എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹെറിറ്റേജ് വൈസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. മതമൈത്രിയുടെ പ്രതീകമായ ഒരു ആരാധനാലയം ചെങ്ങന്നൂർ കാടുവട്ടൂർ സെന്റ് മേരീസ് പള്ളി. ആ പള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഹെറിറ്റേജ് വൈബ്സിൽ. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോവാം. ന്റെ യാത്ര ഇന്നിവിടെ ഈ കാടുവെട്ടപ്പള്ളിയിലാണ് എത്തി നിൽക്കുന്നത്. തൊട്ട് മുമ്പിൽ പമ്പയാറ്, വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം. പക്ഷെ അതിനേക്കാൾ ഉപരി സാംസ്കാരികമായിട്ടും ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പള്ളിയാണെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് കാടുവെട്ടൂർ പള്ളിയുടെ ഒരു ചരിത്രം? കാടുവെട്ടൂർ പള്ളിയുടെ ചരിത്രം എന്ന് പറയുന്നത് AD 52 മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നുവെന്നും സുവിശേഷ ഘോഷണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പാലയൂരിൽ വന്നിറങ്ങിയെന്നും അവിടെ ഏറിയതും ബ്രാഹ്മണ കുടുംബാംഗങ്ങളായിരുന്നു. ആയതിൽ 4 ബ്രാഹ്മണ കുടുംബാംഗങ്ങളെ പകലോമറ്റം, ശങ്കരപുരി, കാളികാവ് എന്നീ 4 കുടുംബാംഗങ്ങളെ ക്രിസ്തു മതത്തിലേക്ക് സ്നാനം കഴിപ്പിച്ച് ക്രിസ്തുയാനികളാക്കി എന്നുള്ള ചരിത്രം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ആയതുമായിട്ട് ബന്ധപ്പെട്ട് ബ്രാഹ്മണ മഠങ്ങൾ ആ 4 കുടുംബങ്ങളെ ഭ്രഷ്ട് കൽപ്പിക്കുകയും ആ ഭ്രഷ്ടിൻ പ്രകാരം അവർ കുറവിലങ്ങാട് എന്ന സ്ഥലത്തേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. കോട്ടയം കുറവിലങ്ങാട് എന്ന സ്ഥലത്തേക്ക് പലായനം ചെയ്തു. പലായനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മാർത്തോമാ ശ്ലീഹയുടെ നിർദ്ദേശപ്രകാരം അവർക്ക് വിവിധ ദേശങ്ങളിലേക്ക് സുവിശേഷ ഘോഷത്തിനായിട്ട് അവരെ അയച്ചു. അവരിൽ സാധാരണ ആൾക്കാർ പുരോഹിതന്മാരായി, താന്ത്രിക മാന്ത്രിക കഴിവുകൾ ഉള്ളവരെ മഹാപുരോഹിതന്മാരായിട്ടും മാർത്തോമാ ശ്ലീഹ നിയോഗിച്ചു. ആ നിയോഗത്തിൻ്റെ ഭാഗമായി അന്ന് യാത്രാ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ഈ പമ്പ നദിയിലൂടെ അദ്ദേഹം യാത്ര ചെയ്തുവെന്നും ആ യാത്രയുടെ ഭാഗമായി അന്നത്തെ കാടുവെട്ടൂർ കടവിൽ അദ്ദേഹം വിശ്രമിക്കാനിരിക്കുമ്പോൾ സമീപ ബ്രാഹ്മണ ഇല്ലമായ ചിത്രത്തൂർ മഠത്തിലെ അന്നത്തെ മേലധികാരി അവിടെ കുളിക്കുവാനായിട്ട് വരികയും അദ്ദേഹവുമായി കുശല സംഭാഷണം നടത്തുകയും ചെയ്തു. കുശല സംഭാഷണത്തിനിടയിൽ ഈ പിതാവ് ചോദിച്ചു, അങ്ങേക്ക് എന്തോ വലിയൊരു ദുഃഖം കാണുന്നല്ലോ. അന്നേരം ആ മഠത്തിൻ്റെ കഥകൾ അദ്ദേഹം വിവരിച്ചു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ സാരാംശം, ആ പിതാവിൻ്റെ മൂത്ത മകൻ്റെ കാലം കൂടെ കഴിഞ്ഞാൽ ഇല്ലം ആൺസന്ധതിയില്ലാതെ അന്യം നിന്നു പോകുന്ന ഒരവസ്ഥയിലായിരുന്നു ചിത്രത്തൂർ മഠത്തിലെ അച്ഛൻ പറഞ്ഞത്. അന്നേരം അതിൻ്റെ വ്യസനമാണ്. അന്നേരം ഇല്ലം അന്യം നിന്നു പോകും. അന്നേരം മണിക്കൂറുകൾ ഇദ്ദേഹം ഈ പിതാവ് മുട്ടുമേൽ നിന്ന് അശ്രുധാര ഒഴുക്കി കരഞ്ഞ് പ്രാർത്ഥിച്ചുവെന്നും പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ 1 വർഷം കഴിയുമ്പോൾ തിരികെ വരും, അപ്പോഴേക്കും ഇല്ലത്തെ ഒരു ആൺസന്തതി ജനിക്കും എന്നും പറഞ്ഞു. അന്നേരം അദ്ദേഹം ഉപകാര സ്മരണയായിട്ട് തിരിച്ചൊരു മറുപടി പറഞ്ഞു, അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ സ്വത്തിൻ്റെ നേർപകുതി അങ്ങേക്ക് തന്നേക്കാന്ന് പറഞ്ഞു. അന്നേരം ആ വാക്കിൻ പ്രകാരം ആ പിതാവ് 1 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചിത്രത്തൂർ മഠത്തിൽ ഒരു ആൺസന്ധതി ജനിക്കുകയും പറഞ്ഞ വാക്കിൻ പ്രകാരം ആ മഠത്തിൻ്റെ നേർപകുതിയാണ് ഈ നിൽക്കുന്ന കാടുവെട്ടൂർ പള്ളിയും കാടുവെട്ടൂർ വല്യപ്പനും വസിക്കുന്ന ഈ സ്ഥാനം. ഈ പുരോഹിതൻ, മഹാപുരോഹിതൻ എന്നുള്ളതിന്റെ അർത്ഥമാണ് വല്യപ്പൻ അല്ലേ? ഇപ്പോഴത്തെ ശ്രേഷ്ഠ പുരോഹിതൻ അതിനാണ് വല്യപ്പൻ എന്ന് പറഞ്ഞത്. വല്യപ്പൻ അന്ന് മാർത്തോമാ ശ്ലീഹ നാമകരണം ചെയ്ത് അങ്ങനെയാണ് വല്യപ്പൻ. ആ വല്യപ്പന്റെ കബറിടമാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രധാനം ചെയ്യുന്നതാണ് നമ്മൾ കയറി വരുമ്പോൾ ആ കാണുന്ന കബറിടമാണ്. ഈ ശരിക്കും ഈ കാടുവെട്ടൂർ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു ബന്ധം, പ്രത്യേകിച്ച് ഈ ചിത്രത്തൂർ മഠവുമായിട്ടുള്ളൊരു ബന്ധം ഇപ്പോഴും ആ ഇല്ലം അവിടെ ഉണ്ട് അല്ലേ? നമുക്ക് ആ ഇല്ലം അവിടെയുണ്ട്. ഇല്ലത്തെ ഇപ്പോഴുള്ള അവകാശികൾ വെളുപ്പിനെ വന്ന് തിരികെത്തിക്കുന്നതും അവിടെയാണ്. ഇവിടുത്തെ പെരുന്നാൾ നടക്കുമ്പോൾ അതിൻ്റെ ഞങ്ങൾ സമൂഹ സദ്യയുണ്ട്.
25,000 50,000 പേര് പങ്കെടുക്കുന്ന സമൂഹ സദ്യയുണ്ട്. ഓഹോ. ആ സമൂഹ സദ്യക്ക് ആദ്യം വന്ന് മഠത്തിൽ നിന്നാണ് അരി കൊണ്ട് ഇട്ട് ഉള്ള ആചാരം. ആ വാർപ്പിൽ അരിയിടുന്നത് ആ മഠത്തിൽ നിന്നാണ്. ഇതാണ് ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടുന്ന മതമൈത്രിയുടെ, പ്രഘോഷിക്കപ്പെടേണ്ട മതമൈത്രിയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത്. ശരിക്കും ഇവിടെ എങ്ങനെയാണ് ഇത് സെന്റ് മേരീസ് മാതാവിന്റെ പേരിലുള്ള നാമധേയത്തിലുള്ള പള്ളിയാണ്. അപ്പൊ ഈ പള്ളിയുടെ പെരുന്നാളുകളും ഇവിടുത്തെ ചടങ്ങുകളും ഒക്കെ എങ്ങനെയാണ്? മാതാവിന്റെ നാമത്തിൽ ഉള്ള പള്ളി വന്നിട്ട് കാലങ്ങൾ ഏറെ ആയിട്ടില്ല. 100 വർഷത്തിന് താഴെ മാത്രമേ ഉള്ളൂ. ഈ പിതാവിന്റെ കബറിടം വന്നിട്ട് ഏകദേശം 2000 വർഷത്തോളം പഴക്കമുള്ളതാണ്. എന്നിട്ട് നാനാ ജാതി മതസ്ഥർ ഇവിടുത്തെ വിശ്വാസികളാണ്. അല്ല, ക്രിസ്ത്യാനികളുടെ ഒരു പള്ളിയല്ല. എല്ലാ ജാതിയും എല്ലാ മതവും വരുന്ന എല്ലാവരും വരും. ഈ ഇപ്പം ക്രിസ്ത്യൻ ആവട്ടെ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഏത് മതമാകട്ടെ, ജാതിയാകട്ടെ, ഈ വല്യോപ്പനടുത്തേക്ക് വരുന്നത് എന്തിനാ? വല്യോപ്പൻ്റെ അടുത്ത് വരുന്ന ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്കായിട്ടാണ്. വല്യോപ്പൻ്റെ അടുത്ത് എല്ലാവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, വല്യോപ്പൻ്റെ അടുത്ത് വന്ന് അവരുടെ ദുഃഖങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കുമെന്നുള്ള ഉദ്ദിഷ്ടകാര്യ ലബ്ധി, അതാണ് പ്രധാനം. ഈ വല്യോപ്പനെ ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് അല്ലേ? വല്യപ്പനെ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നതിൻ്റെ പിന്നിലും ഉള്ള കഥ എന്ന് പറയുന്നത്, സമീപമൊന്നും അന്ന് ദേവാലയങ്ങളോ ശ്മശാനങ്ങളോ ഇല്ലായിരുന്നു. അത് ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ തന്നെ കബറടക്കിയത്. അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരനെയും കുടുംബത്തെയും പിന്നീട് ഇവിടെ കൊണ്ട് പാർപ്പിക്കുകയും ആ സന്തതി പരമ്പരകളാണ് നിങ്ങളെല്ലാം പറയുന്നത്, കാടുവെട്ടൂർ. നിങ്ങളെല്ലാം ആ ഒരു ഇതിനകത്ത്. ശരിക്കും ഏറ്റവും വലിയ ആശ്ചര്യം എന്ന് പറയുന്നത്, ഈ പള്ളി ഒരു പ്രത്യേക ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെതല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെയാണോ? അല്ല, ഇതിനകത്ത് ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെതാണെങ്കിലും എല്ലാ സഭാ വിശ്വാസികളും ഉണ്ട്. ഓ ശരി. വിശ്വാസികൾ ഏറെയും ഹിന്ദുസും ഉണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാ മതങ്ങളും ഉണ്ട്. ഈ പള്ളി അല്ലെങ്കിൽ പള്ളിയിൽ ഇപ്പോൾ നടക്കുന്ന ആരാധന ഏത് ക്രൈസ്തവ മതവിഭാഗത്തിൻ്റെതാണ്? ഇപ്പോൾ നിലവിൽ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസപ്രകാരമാണ് ഇവിടുത്തെ ആചാരങ്ങൾ നടക്കുന്നത്. പക്ഷെ ഇതിൽ കുടുംബാംഗങ്ങൾ എല്ലാ വിഭാഗത്തിലുള്ളവരും, എല്ലാ സഭാവിശ്വാസികളും, ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പല മേഖലകളിൽ നിന്നുള്ളവരുണ്ട്. ഇത് ഓർത്തഡോക്സ് സഭയുടെ ആരാധനാക്രമം നടത്തുന്നത് സമീപമുള്ള, ഇപ്പം ചുറ്റുവട്ടമുള്ള ഏകദേശം 100-ൽ മുകളിലുള്ള വീടുകളുണ്ട്. ഈ കാടുവെട്ടൂർ ഇതിന്റെ ചുറ്റുവട്ടമുള്ള ഏറിയവരും ഓർത്തഡോക്സ് സഭാ വിശ്വാസികളായതുകൊണ്ട് അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. അതിനാർക്കും പരാതികളൊന്നുമില്ല. ശരിക്കും ഈ പമ്പയുടെ തീരത്താണിത്. ഒരുപക്ഷെ പമ്പയുടെ ഇത്രയും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ദേവാലയം, ആരാധനാലയം, നമ്മൾ അമ്പലങ്ങൾ നമുക്കറിയാം. പമ്പയുടെ തീരത്ത് നിറയെ അമ്പലങ്ങളുള്ള, ഇപ്പൊ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഉൾപ്പെടെ, അല്ലെങ്കിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിനോട് ചേർന്ന് വരുന്ന എല്ലാം. പക്ഷെ അങ്ങനെ ആരാധനാലയങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ളൊരു പമ്പയുടെ തീരമാണ്. അതിന്റെ തീരത്താണ് ഈ പ്രസിദ്ധമായിട്ടുള്ള കാടുവെട്ടൂർ പള്ളി. ഇവിടെ എന്തൊക്കെ ചടങ്ങുകളാണ് നടത്താറുള്ളത്? ചടങ്ങുകൾ എല്ലാ ശനിയാഴ്ചകളിലും ആണ് ഇവിടുത്തെ വിശുദ്ധ കുർബാന. ഇതൊരു കുടുംബ അന്തരീക്ഷത്തിൽ ഉള്ള ദേവാലയം ആയതുകൊണ്ട് ഇടവക ദേവാലയത്തിലാണ് ഞായറാഴ്ചകളിൽ കുർബാന പോകുന്നത്. എല്ലാ സാറ്റർഡേയിലും വിശുദ്ധ കുർബാന ഈ ദേവാലയത്തിൽ നടക്കുന്നു. ആചാരങ്ങൾ, ഇവിടുത്തെ പണ്ട് തൊട്ടുള്ള ഒരു ആചാരമാണ് വെള്ളംകുടി നേർച്ച. അത് ഹിന്ദു കൾച്ചർ ആണ്, ഹിന്ദു ആചാരം വെള്ളംകുടി എന്ന് പറയുന്നത്. ഈ പിതാവിൻ്റെ സ്മരണയ്ക്കായിട്ട് വിശ്വാസികൾ നേരുന്നതാണ്, ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് വേണ്ടി നേരുന്നതാണ് ഈ വെള്ളംകുടി നേർച്ച. അതന്നേരം എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തും. മറ്റൊരു എന്തൊക്കെയാണ് മറ്റ് കാര്യങ്ങൾ? ശ്രാദ്ധ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു, എല്ലാ സ്ഥലത്തേക്കും പോകുന്നതാണ് ഇവിടുത്തെ നേർച്ച പായസം, വരട്ട് പായസം എന്ന് പറയും. അത് പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് 1 വർഷം വരെ ഒരു കേടും കൂടാതെ ഈ പ്രകൃതിയുടെ സാന്ദ്രതയിൽ അത് ഇരിക്കും. പിന്നെ രണ്ടാമത്തേത് ഇവിടുത്തെ സമൂഹ സദ്യ. ഇവിടെ വന്നാൽ, കടുവട്ടൂർ പള്ളി വന്നാൽ നമുക്ക് എന്തൊക്കെ കാണാം? വല്യോപ്പന്റെ കബറിടം കാണാം. മറ്റ് എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഒരു മ്യൂസിയം ഉണ്ട്. അവിടെയൊക്കെ എന്തൊക്കെയാണ് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നത്? വല്യോപ്പന്റെ കബറിടം ഈ കാണുന്നത് പരിശുദ്ധ മാതാവിന്റെ നാമത്തിലുള്ള ദേവാലയം. ഇതിനു മുകളിൽ മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിയം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പലപ്പോഴും നമ്മൾക്കറിയാം,
നമ്മളിപ്പോൾ ഈ പള്ളി ഒരു ക്രൈസ്തവ ദേവാലയമാണ്. പക്ഷെ ഈ ക്രൈസ്തവർ എന്നതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഈ ഹൈന്ദവരാണെങ്കിലും മറ്റ് മുസ്ലിം വിഭാജനങ്ങളിലുള്ള ആളുകളാണെങ്കിലും മറ്റേത് വിഭാഗങ്ങളാണെങ്കിലും അവർ ഒരു ആരാധനാലയത്തെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനം ഞങ്ങൾക്ക് ഇത്രത്തോളം കേട്ടിട്ട് തോന്നിയിട്ടുള്ളത് ചിത്രത്തൂർ മഠവുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഈ വല്യോപ്പനോടുള്ള ഒരു വലിയ സ്നേഹവും ആരാധനയുമാണ്. അത് നിങ്ങൾ കുടുംബാംഗങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഇപ്പോഴും ഞങ്ങൾ പെരുന്നാൾ കഴിഞ്ഞാൽ ആദ്യം കൊണ്ട് കുട്ടയിൽ ഇത് ഇവിടുത്തെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ ആദ്യം കൊണ്ട് ചിത്രത്തൂർ മഠത്തിൽ കൊണ്ട് ഓരോ വീടുകളിലും സമർപ്പിക്കും. അത് ഈ വർഷം വരെ എന്തൊക്കെയാണ് സമർപ്പിക്കുന്നത്? പച്ചരി, ചക്കര, പർപ്പടകം, കടുക്, മഞ്ഞൾ, അങ്ങനെ മുന്നോട്ട് കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം കൊണ്ട് സമർപ്പിക്കാം. എല്ലാ വീടുകളിലും കൊണ്ടുപോകും. അത് വലിയൊരു എന്താ പറയാ, ഇത് എല്ലായിടത്തും ഒരു പാഠമാകട്ടെ. നമ്മള് പലപ്പോഴും നമ്മുടെ ഇടയിൽ കാണാം മതസ്പർദ്ധകൾ അല്ലെങ്കിൽ പരസ്പരം തമ്മിൽ പോരടിക്കുന്ന അവസ്ഥകൾ. പക്ഷെ ഇവിടെ ഇത്തരത്തിലൊരു മതസൗഹാർദ്ദം നിലനിന്നുകൊണ്ട് പരസ്പരം ബഹുമാനത്തോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ ആശ്ചര്യജനകമാണ്. ഹൈന്ദവ ആചാരപ്രകാരം ഇവിടെ ശ്രാദ്ധം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഓർമ്മയെന്നാണ് പറയുന്നത്. പക്ഷേ ശ്രാദ്ധം എന്ന് പറയുന്നത് ഹൈന്ദവ ആചാരപ്രകാരം ഉള്ള ഇതിലാണ് ഈ ശ്രാദ്ധം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വർഷങ്ങളായിട്ട് എൻ്റെ കുഞ്ഞിലോട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഈ 2 കെടാവിളക്കായിട്ട് പള്ളിക്കകത്തെ ഔപ്പൻ്റെ കെടാവിളക്കായിട്ട് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഒരു നേരം പോലും അങ്ങനെ ഞങ്ങൾ മുടക്കാറില്ല. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും വരുന്ന ആരായാലും കത്തിച്ച് ഇങ്ങനെ കടാവ് കാത്തു സൂക്ഷിച്ചിരിക്കും. പള്ളിക്കകത്തും ഈ പറയുന്ന വല്യോപ്പന്റെ കവറുടെ കടുവട്ടൂർ പള്ളിയിലെ വല്യോപ്പനുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ള ചിത്രത്തൂർ മഠത്തിലെ പ്രതിനിധിയാണ് ഏറ്റവും ആദരണീയനായ ശ്രീ പരമേശ്വര ഭട്ടതിരി. തിരുമേനി നമസ്കാരം. നമസ്കാരം. തിരുമേനിയുടെ പ്രിയ പത്നി, അമ്മയുടെ പേര് വസുമതി അമ്മ. ചിത്രത്തൂർ മഠവും വല്യോപ്പനും തമ്മിലുള്ള ആ ഒരു ബന്ധം പറയൂ. ബന്ധം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു മുത്തശ്ശൻ, ഞങ്ങളുടെ അപ്പൂപ്പൻ, അദ്ദേഹം ഈ ഔപ്പൻ എന്ന് പറഞ്ഞ ആളും അവർ ഒരുമിച്ച് ജീവിച്ച ആൾക്കാരാണ്. ഒരുമിച്ച് ജീവിച്ച് ഇവിടെ വന്ന് ഈ മഠവുമായിട്ട് അഭേദ്യമായ ബന്ധത്തിൽ അവർ ജീവിച്ചു. ആ കാലഘട്ടത്തിൽ അവർ രണ്ടുപേരും ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു രോഗം വന്നു, വസൂരി എന്ന് പറയുന്നത്. അങ്ങനെ രോഗം വന്ന് അവർ രണ്ടുപേരും മരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം മഠത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു വല്യോപ്പൻ. വല്യോപ്പൻ 2000 മുമ്പ് വർഷത്തെ ആളാണ്. അതെ. അദ്ദേഹത്തിന് നമ്മുടെ കുടുംബത്തിലെ പകുതി അവകാശം വെട്ടിത്തിരിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ജീവിക്കാനും താമസിക്കാനും മറ്റുള്ള കാര്യത്തിനുമൊക്കെ ആയിട്ട്. അദ്ദേഹം മരിച്ചപ്പോൾ ഇവിടെയാണ് കവറടക്കിയത്. ഞങ്ങളുടെ മുത്തച്ഛനെ ഞങ്ങളുടെ പുരയിടത്തിലും ഇദ്ദേഹത്തിനെ ഇവിടെയുമാണ് ആ കാലഘട്ടത്തിൽ അടക്കിയത്. അങ്ങനെയുള്ള അഭേദ്യമായ അന്ന് വരെയുള്ള ബന്ധം അദ്ദേഹം ഈ ഞങ്ങളുടെ കുടുംബത്തിലേക്കും ഞങ്ങളുടെ ഈ അമ്പലത്തിലേക്കും ഒക്കെ വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ അവർ വളരെ സൗഹൃദമായിട്ടും ഇപ്പോഴും ആ സൗഹൃദം ഇപ്പോഴും അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഞങ്ങളുടെ എന്ത് വെച്ച് നോക്കിയാൽ പ്രശ്നങ്ങളൊക്കെ വെച്ചാൽ, കുടുംബ പ്രശ്നമൊക്കെ വെച്ചാൽ സുബ്രഹ്മണ്യ സ്വാമിയും ഔപ്പനെയും ഞങ്ങളുടെ പിതൃക്കളെ ഒരു കയ്യിൽ കാണാം. അവരെ ഇപ്പോഴും അങ്ങനെയാണ് നിലനിൽക്കുന്നത്. ഏത് കാര്യത്തിനും ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് ഇപ്പോഴും വിളക്ക് കത്തിക്കുക. എൻ്റെ മോൾ ഇവിടെ വന്നാൽ എപ്പോഴും ഇവിടെ വന്ന് വിളക്ക് കത്തിച്ചിട്ടേ പോകാറുള്ളൂ എല്ലാ മാസവും. ഞങ്ങൾ ഈ വിശേഷങ്ങളിൽ ആദ്യമായിട്ട് മെഴുകുതിരി, വെളിച്ചെണ്ണ, അതായത് ചാത്തത്തിന് മീനമാസത്തിലെ 12 അന്ന് ചാത്തത്തിന് ഞങ്ങൾ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പിന്നെ പഴയ കാലത്ത് ഈ സ്ഥലം വെട്ടിത്തിരിച്ചു കൊടുത്ത് അവരുടെ പേരിൽ കൊടുത്തു കഴിഞ്ഞപ്പം മഠത്തിലേക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് അന്നത്തെ ആധാരത്തിൽ
ഇവിടുന്ന് മരം വെട്ടിയാൽ അതിന് കുറ്റിക്കാണമെന്നും പറഞ്ഞ് ഒരു മഠത്തിലേക്ക് കൊടുക്കണം. പിന്നെ അവിടെ അന്നത്തെ കാലത്ത് 4 കെട്ടും ഒക്കെ അത് ഓലയാണ്. ഇവിടുന്ന് വെട്ടോല എന്നും പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. വെട്ടുന്ന ഓല അവിടെ മഠം മേയാൻ വേണ്ടി കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള പല ചരിത്രങ്ങളും അന്നത്തെ കാലത്ത് ആധാരത്തിലുണ്ടായിരുന്നെന്ന് പറയുന്നത്. ഞാൻ ആധാരമൊന്നും കണ്ടിട്ടില്ല, വർഷങ്ങൾ ഒരുപാട് വഴക്കമുള്ള അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോഴും ആ സൗഹൃദം യാതൊരു കാരണവശാലും മുറിയാതെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഒരുപക്ഷെ കാടുവെട്ടൂർ കുടുംബത്തിനും ചിത്രത്തൂർ മഠത്തിനും അഭേദ്യമായ ബന്ധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വല്യപ്പൻ, അല്ലേ? അമ്മേ, ഞാനിവിടെ വന്നപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് ഇത് ഞങ്ങളുടെ വല്യപ്പനാണ്, ഞങ്ങൾ എന്നും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ഞങ്ങളാണ് തിരികെ എത്തിക്കുന്നൊക്കെ പറഞ്ഞു. അമ്മയുടെ ആ പറച്ചിലിൽ തന്നെ ആ ഒരു സ്നേഹം, ആ ബഹുമാനം, ആ ആരാധന ഉണ്ടായിരുന്നു. സ്നേഹവും ബഹുമാനവും ആരാധനയും ഞങ്ങൾ നല്ല വിശ്വാസം. ഞാൻ പറഞ്ഞല്ലോ, ഈ തവണ മീനം 12-ാം തീയതി ശ്രാദ്ധ പെരുന്നാളിന് ആദ്യം ഞങ്ങൾ മെഴുകുതിരി കത്തിക്കുന്നത്, പള്ളിക്കാർ വിളക്ക് കത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ കാടുവെട്ടൂർ സെന്റ് മേരീസ് പള്ളിയെ കുറിച്ച് അറിഞ്ഞു, വല്യപ്പനെ കുറിച്ച് അറിഞ്ഞു, ആ മതസൗഹാർദ്ദത്തെ കുറിച്ച് അറിഞ്ഞു. നീ വിശക്കുന്നില്ലേ? നമുക്ക് നല്ലൊരു ഫുഡുമായിട്ട് കാടുവെട്ടൂർ പള്ളി തന്നെ കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ. കാടുവെട്ടൂർ പള്ളിയിലെ പ്രധാന നേർച്ച വഴിപാടായ വരട്ട് പായസമാണ് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വരട്ട് പായസത്തിന്റെ അക്കൂട്ടിലേക്ക് പോവാം. ബാ. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഷിബുചേട്ടൻ, ഷിബു കാടുവെട്ടൂർ, അതുപോലെ തന്നെ സജി കാടുവെട്ടൂർ, അങ്ങനെ ഇവർ രണ്ടുപേരുടെ ചേർന്ന് നമുക്ക് സമ്മാനിക്കുന്നത് ഇന്ന് വരട്ട് പായസമാണ് കേട്ടോ. കാടുവെട്ടൂർ പള്ളിയിലെ പ്രധാനപ്പെട്ട നേർച്ച വഴിപാടാണ് വരട്ട് പായസം. അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് നമ്മുടെ കാടുവെട്ടൂർ പള്ളിയിലെ പ്രസിദ്ധമായിട്ടുള്ള വരട്ട് പായസം ഉണ്ടാക്കാം, അല്ലെ? നാടൻ പച്ചരി, പായസത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള നാടൻ പച്ചരി, അതാണ് പ്രധാന ഐറ്റം, അല്ലെ? പ്രധാന ഐറ്റം നാടൻ പച്ചരിയാണ്. അപ്പൊ ആദ്യം നമ്മള് ഈ ഉരുളിയിലോട്ട് നെയ്യ് ഒഴിക്കും. ഒരു 4 സ്പൂൺ നെയ്യ്, 4 സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മള് അതിന്റെ ബ്ലാക്ക് ഗ്രേപ്സ്, കറുത്ത മുന്തിരിങ്ങ, നെയ്യിൽ ഈ കറുത്ത മുന്തിരിങ്ങ വറുത്തെടുക്കണം. നമ്മള് നെയ്യിലൊഴിച്ച് നെയ്യിലെ കറുത്ത മുന്തിരിങ്ങ ഇട്ട് വറുത്തെടുത്തു. അതിനുശേഷം തേങ്ങാക്കൊത്ത്. എത്ര തേങ്ങ ഉണ്ടാവില്ല? ഒരു തേങ്ങ കൊത്തിയെടുത്ത്, തേങ്ങ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ അടുത്ത് വറുത്തെടുക്കാൻ പോവാണ്. അതേ നെയ്യില്ല ഏകദേശം ഒന്ന് ചുമന്ന് വരണം, നല്ലപോലെ ഫ്രൈ ആകണം. നല്ലപോലെ ഫ്രൈ ആകണം. തേങ്ങാക്കൊത്ത് ഏകദേശം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അരി നമ്മൾ ഓൾറെഡി കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഓൾറെഡി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നാടൻ പച്ചരിയാണ് കേട്ടോ. നമ്മൾ ഒരു പക്ഷെ ഇത് നോക്കുമ്പോ ഇതിന് കണ്ടാൽ ഒരു കുത്തരിയുടെ മട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇത് നാടൻ പച്ചരിയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ തന്നെ ഉണ്ടാകുന്ന വൈക്കത്താരൻ നെല്ലിന്റെ അരിയാണ്. വൈക്കത്താരൻ നെല്ലിന്റെ അരി പഴയ ഇതുള്ളതാണ് വൈക്കത്താരൻ നെല്ല്. ഓഹോ, അതിന്റെ ഇതാണ് അത്. ഇത് വറക്കാനായിട്ട് പക്ഷേ നമ്മുടെ നാടുമായിട്ട് ഏറ്റവും ചേർന്നൊരു പായസമായിരിക്കും, തീർച്ചയായിട്ടും ഒരു നാടൻ പായസമാണല്ലേ? തീർച്ചയായിട്ടും വൈക്കത്താരൻ അരി. ഇതും ഈ നെയ്യ് തന്നെ വറുത്തെടുക്കണം. ഒരു പക്ഷേ ആ മുന്തിരിങ്ങയുടെ തേങ്ങാക്കൊത്തിന്റെ ഒക്കെ ഒരു രുചി ഇതിനകത്ത് അത് വരും. കുറച്ച് നെയ്യും കൂടെ ഒഴിക്കാം. ഇത് നമ്മുടെ ഈ ഇവിടുത്തെ ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ചാണല്ലോ ഇത് വരുന്ന വിശ്വാസികൾക്കെല്ലാം നമ്മളിത് വിതരണം ചെയ്യാറുണ്ട്. ചെയ്തു. ഇത് അരിയുടെ ആ സ്മെല്ല് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ആയിട്ടുണ്ടോ ഇല്ലയോ. അപ്പൊ നമ്മള് വന്നു. അപ്പൊ ആ വെള്ളം ഒഴിക്കുകയാണ്. 2 ജാർ ഒഴിക്കട്ടെ. ഏകദേശം 4 ലിറ്റർ ഉണ്ട് ഈ വെള്ളം. എത്ര സമയത്ത് വേവാൻ വേണം? ഒരു 20-25 മിനിറ്റിനാവും ഇത് വേവും. റൈസ് ഒരു 75% കുക്കായതിനു ശേഷമേ നമ്മൾ ശർക്കര പാനി ഒഴിക്കുള്ളൂ, അല്ലേ?
ഓക്കെ, നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഏകദേശം എത്ര ശർക്കര ഉണ്ടായിരുന്നു? അത് 4 കിലോ ശർക്കരയുണ്ട്. ഓക്കെ, 1 കിലോ അരിക്ക് 4 കിലോ ശർക്കരയാണ്. ഏകദേശം ആവാറായോ? 75 അടുത്തായി. ശർക്കര ഒഴിച്ചു. ഇനിയിപ്പോ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനി ഈ റൈസ് വേവൂല. ഈ സ്റ്റേജിൽ തന്നെ കിടക്കും. അപ്പൊ 75% വേവ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഈ വരട്ട് പായസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അരി ഇങ്ങനെ ചെറുതായിട്ട് കടിക്കും. പക്ഷെ നമുക്ക് ഈ അരവണയോടൊക്കെ വേണമെങ്കിൽ ഏകദേശം ബന്ധിപ്പിക്കാം അല്ലേ? ഇനി ഇത് എങ്ങനെ വരണം? ഇത് ഡ്രൈ ആയിട്ട് വരണം. അതാണ് ഒരു ലോങ്. ഇടയ്ക്ക് നമ്മൾ നെയ്യ് ഇങ്ങനെ ചേർത്തോണ്ടിരിക്കണം. അടി പറ്റാണ്ടിരിക്കാനല്ല, ഇടയ്ക്ക് ഇതിന് വേണ്ടി, ടേസ്റ്റിന് വേണ്ടി കുറച്ച് നെയ്യ് ചേർത്തോണ്ട്. നമ്മളിനി ഇത് വരണ്ടു വരണം അല്ലേ? അതിനാണ് വരട്ട് പായസം എന്ന് പറയാം. ഏകദേശം ആറായി. നമുക്ക് മുന്തിരിങ്ങ ചേർക്കത്തിന്റെ സമയമായി. ആദ്യം വറുത്ത ആദ്യത്തെ പ്രോസസ്സായ മുന്തിരിങ്ങ, നെയ്യിൽ വറുത്ത മുന്തിരിങ്ങ ഇതിനകത്തോട്ട് ഇടുവാണ്. കറുത്ത മുന്തിരിങ്ങ. ഇവിടെ ഒരു പൊടി ഇരിക്കുന്നുണ്ടല്ലോ, അതെന്തിനാണ്? ഈ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 സാധനങ്ങളുടെ പൊടിയാണ്. ചുക്ക്, ജീരകം, ഏലക്ക. ചുക്ക്, ജീരകം, ഏലക്ക. സമം. ഏകദേശം നമ്മുടെ വന്നിട്ടുണ്ട് അല്ലേ? റെഡി ആയിട്ടുണ്ട്. വരട്ട് പായസത്തിലേക്ക് എത്തുകയാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി അല്ലേ? ഇരിക്കും തോറും കൂടുതൽ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇനിയും ചേർക്കാനുള്ളത് തേങ്ങക്കൊത്താണ്. തേങ്ങക്കൊത്തിടുന്നു. ഈ ലാസ്റ്റില് നമ്മുടെ സ്പൈസസ്: ചുക്ക്, ജീരകം, ഏലക്ക. അത് പൊടിച്ചത് അതിനെ ചേർക്കുകയാണ്. ചുക്ക്, ജീരകം, ഏലക്ക ഈക്വലായിട്ട്. ഒരു ദിവസത്തെ പരിപാടിയാണ് അത്. രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത് സെറ്റ് ആകത്തുള്ളൂ. ഇപ്പം നമ്മളുടെ വരട്ട് പായസം റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുറച്ച് ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് വിളമ്പാമോ? തീർച്ചയായിട്ടും വിളമ്പാൻ പോവാണ്. അതെ, ഇതാണ് നമ്മുടെ കാടുവെട്ടൂർ പള്ളിയിലെ സിദ്ധമായിട്ടുള്ള വരട്ട് പായസം. നല്ല ചൂടാണ്. അപ്പം ഞാനൊന്ന് രുചിച്ച് നോക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി, എല്ലാവരുടെയും പ്രേക്ഷകരുടെ എല്ലാ അനുവാദത്തോടു കൂടി ഞാനൊന്ന് രുചിച്ച് നോക്കാൻ പോവാണ് പ്രസിദ്ധമായിട്ടുള്ള വരട്ട് പായസം. ആ 75% പറഞ്ഞത് ഞാൻ വിടൂല. ആ അരി എന്നാ വെന്തിട്ട് കൊണ്ടെന്ന അരിയുടെ ആ ഒരു ഇതിനകത്ത് നിപ്പുണ്ട്. മാത്രമല്ല ശർക്കരയുടെയും ഈ മുന്തിരിങ്ങയുടെയും ചേർത്ത് കഴിക്കുമ്പോൾ രുചി ഒന്നും പറയാനില്ല. ഇത് ടേസ്റ്റ് എന്നതിനപ്പുറം ഇതൊരു വിശ്വാസമാണ്. ആ വിശ്വാസവും സ്നേഹവും ഇവിടെ ചേരുമ്പോൾ വരട്ട് പായസം അതൊരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. എന്തായാലും ശുഭങ്ങളിലും സജയങ്ങളിലും ഇതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. ഹെറിറ്റേജ് ബൈറ്റ്സിന്റെയും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും ദൂരദർശന്റെയും പേരിൽ നേരുകയാണ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു വെരി മച്ച്. മതസൗഹാർദ്ദത്തിന്റെ പര്യായമായ കാടുവെട്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ വല്യപ്പന്റെ കബറിടവും അതുപോലെ തന്നെ അവിടുത്തെ പ്രധാന നേർച്ച വഴിപാടായ വരട്ട് പായസം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടല്ലേ. എല്ലാവരുടെയും മനസ്സും നിറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.